നമ്മുടെ മാധ്യമങ്ങൾ ഒന്നെങ്കിൽ കള്ളം പറയും, അല്ലെങ്കിൽ സത്യം പറയാതിരിക്കും. ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയായിരുന്ന ചമ്പൈ സോറൻ ഇപ്പോൾ BJP ചേരാൻ പോകുന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം വരെ ജൂലൈ 3 വരെ മുഖ്യമന്ത്രിയായിരുന്നു. ജൂലൈ 3 ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രിയായിരുന്നത്. ED അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ഹേമന്ത് സോറനെ ജയിലിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഫെബ്രുവരി 2 ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയാണ്. പക്ഷേ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. രാജിവെച്ചിട്ട് അദ്ദേഹം ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ഹേമന്ത് സോറന് കൊടുത്തതിൽ പരിഭവിച്ച് പാർട്ടി വിട്ട് JMM വിട്ടിട്ട് BJP ചേരാൻ പോകുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇന്നലെ തന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടി വിടേണ്ടി വരുന്നു എന്ന് പറയുകയുണ്ടായി. അദ്ദേഹം 3 കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് 3 ഓപ്ഷൻ എൻ്റെ മുന്നിലുള്ളത്. ഒന്നെങ്കിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ വേറെ എന്ത് ചെയ്യണം, പുതിയ പാർട്ടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കൊപ്പം പോകണം. ഇതിലിപ്പോൾ എനിക്കെന്നെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ രണ്ടും അദ്ദേഹത്തിന് പറ്റില്ല. അതുകൊണ്ട് ഒരു നിലവിലുള്ള ഏതെങ്കിലും സഹാനുഭൂതിയുള്ള സഹകരിക്കാൻ തയ്യാറുള്ള ഒരു പാർട്ടിക്കൊപ്പം പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നത്. അത് BJP ആണ്. അദ്ദേഹം പറഞ്ഞിട്ടില്ല BJP ആണെന്നുള്ളത്. BJP ആണെന്ന തരത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. അത്രയും ഡൽഹിയിലുണ്ട്, അദ്ദേഹത്തിനുണ്ട് 6 MLA-മാരും ഉണ്ടെന്ന് പറയുന്നു. ഏതായാലും അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അതായത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കെ ഒരു മുഖ്യമന്ത്രിക്ക് ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അപമാനത്തിനിരയായി. അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രിയുടെ പരിപാടികൾ മുഖ്യമന്ത്രി അറിയാതെ ക്യാൻസൽ ചെയ്യുന്നു. ജൂൺ 30 അദ്ദേഹം രണ്ട് പരിപാടികളുണ്ടായിരുന്നു. ഒന്ന് PGT ടീച്ചർമാർക്ക് നിയമന ഉത്തരവ് കൊടുക്കുന്നൊരു പരിപാടി. അതിൽ അദ്ദേഹം പങ്കെടുക്കാൻ ഒഫീഷ്യലി തീരുമാനിച്ചു. ടീച്ചർമാരെ നിയമിച്ച് അവരുടെ നിയമന ഉത്തരവ് വിതരണം ചെയ്യുകയാണ്. ജൂൺ 30 ആ പരിപാടിയിൽ പങ്കെടുക്കാനിരിക്കെ പെട്ടെന്ന് പാർട്ടിയിലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞാൽ പരിപാടിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അതല്ല, നമ്മുടെ 3 ലെജിസ്ലേറ്റീവ് കൗൺസിൽ യോഗം ചേരുന്നുണ്ട്, MLA-മാരുടെ യോഗം, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അത് കുഴപ്പമില്ല, ഞാനൊരു കാര്യം ചെയ്യാം, ഇത് വിതരണം ചെയ്തിട്ട് ഓൾറെഡി സർക്കാരിൻ്റെ പരിപാടി ഒഫീഷ്യലി തീരുമാനിച്ചു, ആ പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഞാൻ ലെജിസ്ലേറ്റീവ് മീറ്റിംഗ് വിളിക്കാം, അങ്ങനെ ചെയ്യാമല്ലോ. നടക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറയുകയാണ് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പരിപാടി പുറത്തുനിന്നുള്ള ഒരാൾ റദ്ദാക്കുന്നു, എന്നിട്ട് ബന്ധപ്പെട്ട വകുപ്പിനെല്ലാം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പരിപാടി എങ്ങനെ ക്യാൻസൽ ചെയ്തു. മുഖ്യമന്ത്രി പറയുന്നതല്ല, ഈ പുറത്തുനിന്നുള്ള വ്യക്തി പറയുന്നതാണ്. ആ വ്യക്തി ആരാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് കൽപ്പനയാണല്ലോ, അദ്ദേഹത്തിൻ്റെ ഹേമന്ത് സോറൻ്റെ ഭാര്യയാണ്. ആ വ്യക്തിയുടെ പേര് അദ്ദേഹത്തിൻ്റെ മാന്യത കൊണ്ട് പറഞ്ഞിട്ടില്ല. സർക്കാർ ഉത്തരവ് മുഖ്യമന്ത്രിയുടെ ഉത്തരവല്ല, പുറത്തു നിൽക്കുന്ന വ്യക്തി പറഞ്ഞതനുസരിച്ച് പരിപാടികൾ മാറ്റിവെച്ചു. അദ്ദേഹം ആ ഖിന്നനായി, ഞാനൊരു മുഖ്യമന്ത്രിയല്ലേ, എൻ്റെ പരിപാടികൾ എൻ്റെ പാർട്ടിയിലെ ആളുകൾ മാറ്റുന്നു, എന്നെ അപമാനിക്കുന്നു, ഇതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഈ ഗ്യാപ്പിൽ ഇദ്ദേഹം ജയിലിൽ പോയപ്പോൾ ആ ഗ്യാപ്പിൽ എന്നെ മുഖ്യമന്ത്രിയാക്കി. അദ്ദേഹം വരുമ്പോൾ തിരിച്ച് മുഖ്യമന്ത്രി ആവട്ടെ, എനിക്ക് അധികാരത്തിന് വേണ്ടിയിട്ടില്ല, പക്ഷേ ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കെ എന്നെ പാർട്ടിയിലെ സർക്കാരിന് പുറത്തുള്ള ഒരാൾ ഇങ്ങനെ ആക്ഷേപിച്ചപ്പോൾ ഞാൻ തകർന്നുപോയി, ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി എന്നാണ് അദ്ദേഹം ഇംഗ്ലീഷ് മാധ്യമങ്ങളോട് പറഞ്ഞത്. മലയാളത്തിൽ ഒരു പത്രം കൊടുത്തില്ല. എന്നിട്ട് പറഞ്ഞു ഇയാൾ ചമ്പൈ സോറൻ ഈ മറ്റേ ഹേമന്ത് സോറൻ തിരിച്ചു വന്നതിൽ പരിഭവിച്ച് പാർട്ടി വിട്ട് BJP-യിലേക്ക് പോകാൻ പോകുന്നു, BJP-യുടെ ഓപ്പറേഷൻ കമല വീണ്ടും ആരംഭിക്കുന്നു, പാർട്ടികളെ പിളർത്തുകയാണ്, അടർത്തുകയാണെന്നൊക്കെ. എന്താണ് കേൾക്കുന്നത്? വളരെ മുതിർന്ന നേതാവാണ് അദ്ദേഹം, JMM-ന്റെ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ. അപ്പോൾ ഈ മനസ്സില്ലാ മനസ്സോടെയാണ് അന്ന് മുഖ്യമന്ത്രി ആക്കിയിട്ടുള്ളത് തന്നെ. കാരണം അഴിമതിയിൽ പെട്ട് ഖനി പ്രശ്നങ്ങളിലൊക്കെ പെട്ടിട്ട് രാജിവെച്ച് ജയിലിൽ ഹേമന്ത് സോറന് ജയിലിൽ പോകേണ്ടി വന്നു. ED അറസ്റ്റ് ചെയ്തു. കുറേ കാലം ജാമ്യം കിട്ടുന്നുണ്ടായിരുന്നില്ല. മറ്റേ കെജ്രിവാളിൻ്റെ പാതയിൽ തന്നെ തുടരുകയായിരുന്നു. സാധാരണഗതിയിൽ ആളുകളൊക്കെ അന്ന് കരുതിയിരുന്നത് കൽപ്പന മുഖ്യമന്ത്രിയാകും. കാരണം അവരാണ്, ചമ്പായ് സോറനല്ല, കൽപ്പനയാണ് ഈ സഖ്യ റാലികളിലൊക്കെ റാലികളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്ന കെജ്രിവാളിന്റെ ഭാര്യ തമ്മിലെ കെട്ടിപ്പിടിക്കുക, ആലിംഗനബദ്ധരായി നിൽക്കുക, അതെ, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ കൽപ്പന എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഭരണഘടന ബാഹ്യകേന്ദ്രമായിട്ട് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങി. ഇത് പക്ഷെ ചമ്പായ് സോറൻ മുൻകൂട്ടി കാണേണ്ടത് തന്നെയാണ്. കാരണം അദ്ദേഹം അത് എരുന്ന് മേടിച്ചതാണ് അപമാനം എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഞാൻ അറിഞ്ഞിട്ടില്ല കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ. ഒരു പാവ മുഖ്യമന്ത്രിയാണല്ലോ തൽക്കാലത്തേക്ക് പിടിച്ചു വെച്ചിരിക്കുന്നത്.
ലാലു പ്രസാദിനാണെങ്കിൽ ലാലു പ്രസാദിൻ്റെ ഭാര്യ റാബ്രി ദേവിയെ ആക്കിയിട്ട് പോയി അന്ന്. അതുപോലെ തന്നെ കെജ്രിവാളിന് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. കാരണം MLA-മാരുടെ ഭാഗത്തു നിന്ന് എതിർപ്പ്. കൽപ്പനയെ ആക്കാൻ പറ്റാത്തതും അങ്ങനത്തെ എതിർപ്പുണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൽപ്പന ഈ ഭരണഘടന ബാഹ്യകാന്തരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പേര് പറയാതെ ചമ്പായ് സൊറൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചമ്പായ് സൊറൻ BJP-യിലേക്ക് പോകുമോ എന്നുള്ളത് എന്തായാലും ഡൽഹിയിൽ അദ്ദേഹം ചർച്ചകൾക്ക് വേണ്ടി അദ്ദേഹം ഹിമന്ത ബിശ്വ ശർമ്മയെ കണ്ടതായിട്ട് തോന്നുന്നുണ്ട്. അദ്ദേഹം അതുപോലെ പല ആളുകളെയും BJP-യുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് ചർച്ച ചെയ്തതായിട്ടൊക്കെ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് കൽപ്പനയെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം നടത്തിയിരുന്നു JMM. ഹേമന്ത് സോറന് താല്പര്യം അതായിരുന്നു, കൽപ്പനയ്ക്കും താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി MLA-മാർ സമ്മതിക്കാതെ അവരാണ് ചമ്പായ് സോറൻ്റെ പേര് പറയുന്നത്. അതായത് ചമ്പായ് സോറന് വലിയ മാൻഡേറ്റ് ഉണ്ട്, ജനപിന്തുണയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നേതാവ് JMM വിട്ടു പോവുക എന്ന് പറഞ്ഞാൽ, BJP-യോട് ചേരുന്നു എന്ന് പറഞ്ഞാൽ അത് BJP-ക്ക് ഒരു വലിയ മൈലേജാണ്. അത് തീർച്ചയായിട്ടും അതുപോലത്തെ ഒരു സ്റ്റേറ്റിൽ, അതെ, പ്രത്യേകിച്ച് ആദിവാസി ഗോത്ര വിഭാഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. 6 MLA-മാർ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സൂചനകൾ. അത് ഏതാണ്ട് ഉറപ്പുമായിരിക്കും. BJP പ്രത്യേകിച്ച് ഹിമന്ത് ബിശ്വ ശർമ്മയൊക്കെ ചർച്ച ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP-യിലേക്ക് പോകുന്നു എന്ന് വേണം കരുതാൻ. അവർ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞു എന്നും ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. വേറെ ചില നേതാക്കളും ഒക്കെ ആയിട്ടൊക്കെ. അപ്പം മൂന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് ആദ്യം വീഴാൻ പോകുന്ന സർക്കാർ ജാർഖണ്ഡായിരിക്കും. എപ്പോഴാണ് ഈ സിദ്ധരാമയ്യ പോകുന്നതെന്നാണ് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. കാരണം സിദ്ധരാമയ്യ പോകുന്നതിൽ DK ശിവകുമാറിനും വലിയ താല്പര്യമായിരിക്കും. അതുകൊണ്ടാണ് ആദ്യമേ കയറി പിന്തുണച്ചത്. അത് പോകുന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ്. ആ കേസ് വളരെ ഗൗരവമുള്ളൊരു കേസാണ്. പാർവതിക്ക് വേണ്ടിയിട്ട് മൈസൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ 15ഓളം പ്രോപ്പർട്ടീസ് 3.16 ഏക്കർ ഈ പാടം പോലെ കിടന്ന സ്ഥലം കൊടുത്തിട്ട് 14 നല്ല പ്ലോട്ടുകൾ നഗരത്തിൽ വാങ്ങിയെടുത്തു പകരം. എന്നിട്ട് പറയാണ് സിദ്ധരാമയ്യ, ഞങ്ങൾക്ക് ആ പ്ലോട്ട് ഇല്ലെങ്കിൽ ബാക്കി വേറെ 66 കോടി രൂപ ഇങ്ങ് നിന്നേക്കുന്നത്. ഏത് 3 ഏക്കർ പാടത്തിൻ്റെ വില 66 കോടി രൂപ. ഇങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ കമലയല്ല, കർണാടക വരാൻ പോകുന്ന ഓപ്പറേഷൻ പാർവതിയാണ്. അതെ. ഏതായാലും സർക്കാരുകൾ വീഴുക എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇതിനകത്ത് ഒരു മുഖ്യമന്ത്രി ജയിലിൽ പോകുന്നു അഴിമതി കേസിൽ, പകരം ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നു. അയാളെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ജയിലിൽ കിടക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാര്യ സർക്കാർ തലങ്ങളിൽ ബ്യൂറോക്രസിക്ക് മുഖ്യമന്ത്രിയുടെ ഉത്തരവുകൾ പാലിക്കേണ്ട എന്ന് ഉത്തരവ് നൽകുന്നു. ഉത്തരവ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യാൻ കഴിയുമോ? അതിന് വഴങ്ങിക്കിടക്കുന്ന ഒരു ബ്യൂറോക്രസി എന്ത് ബ്യൂറോക്രസിയാണ് ജാർഖണ്ഡിലെ? അദ്ദേഹത്തിന് സത്യത്തിൽ അപ്പം തന്നെ രാജിവെക്കാമായിരുന്നു. അല്ല, ബ്യൂറോക്രസി എപ്പോഴും അധികാരി ആരാണെന്ന് നോക്കിയിട്ടല്ലേ പ്രവർത്തിക്കുകയുള്ളൂ. അതിപ്പോൾ ഭാര്യയാണെങ്കിൽ ഭാര്യ, അധികാരം എവിടെയാണെന്നുള്ളത് ബ്യൂറോക്രസിക്ക് അല്ല, രാജിവെക്കാൻ മാത്രമല്ല സാർ. മുഖ്യമന്ത്രി എന്തായാലും മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് വളരെ വാസ്റ്റായിട്ട് പവേഴ്സ് ഉണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പുള്ളിയുടെ ഉത്തരവ് പാലിക്കാത്തവർക്കാരെ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാം. അങ്ങനെ ആക്ട് ചെയ്യണമായിരുന്നു. അല്ലാതെ അങ്ങനെ ആക്ട് ചെയ്ത് അദ്ദേഹത്തിന് JMM പിളർത്തി പോകാമായിരുന്നു. അതാണ്, അത് ചെയ്തില്ല. ചമ്പായ് സോറൻ അത്ര കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മുന്നിൽ മുഖ്യമന്ത്രിയുടെ അധികാരങ്ങൾ, ഭരണഘടനാദത്തമായ അധികാരങ്ങളുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഒരു ഓർഡർ ഇട്ടാൽ ആ ഓർഡർ പാലിച്ചേ പറ്റുള്ളൂ. അത് ചെയ്യാൻ അദ്ദേഹം തയ്യാറില്ല. അദ്ദേഹത്തിൻ്റെ പരിപാടികളിൽ ഒരു ബാഹ്യശക്തി മാറ്റി വെച്ചപ്പോൾ ഇപ്പുറത്ത് നിന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഞാൻ ഇംഗ്ലീഷ് ഓൺലൈനുകളിൽ വായിച്ച അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് മാധ്യമങ്ങളോട്. ഇപ്പോൾ ജൂലൈ 3 രാജിവെച്ച് ഇറങ്ങിക്കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഇത്ര വേഗം തിരിച്ചു വരും ഹേമന്ത് സൊറന് ചമ്പായ് സൊറൻ കരുതിയില്ല. ജാമ്യം കിട്ടുമെന്നും. അതെ, കാരണം ഇപ്പോൾ ജാമ്യം മറ്റേതൊരു കീഴ്വഴക്കായല്ലോ. അതെ, ജാമ്യം കൊടുക്കുക എന്നുള്ളത് എങ്ങനെ കൊടുക്കാം എന്നാണ് നോക്കേണ്ടത് എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. അത് UAPA കേസാണെങ്കിലും കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് കോൺട്രാഡിക്ടറിയാണ്. കാരണം ഇപ്പോഴത്തെ ബെഞ്ച്, 2-അംഗ ബെഞ്ച് പറഞ്ഞ് ജാമ്യം എങ്ങനെയും കൊടുക്കണമെന്ന് UAPA കേസിൽ ഉൾപ്പെടെ. പക്ഷേ ഫെബ്രുവരിയിലെ വേറൊരു ഓർഡർ ഉണ്ട് 2-അംഗ ബെഞ്ചിൻ്റെ UAPA കേസിൽ ഒരു കാരണവശാലും കൊടുക്കരുതെന്ന്. അപ്പോൾ ഇത് രണ്ടും വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ജാമ്യം കൊടുക്കരുതെന്ന് ഉത്തരവുള്ളതുകൊണ്ട് അതിനാണ് എനിക്ക് ഒരു മാൻഡേറ്റ് കിട്ടുക. ഒരുപക്ഷെ ഒരു ലാർജർ ബെഞ്ചിലേക്ക് അത് പോകേണ്ടി വരും. ഭീഷണി തീർന്നിട്ടില്ല. ഒരു സർക്കാർ കൂടി BJP-യിലേക്ക് വീഴുന്നു, BJP-യിലേക്ക് ഒരു നേതാക്കന്മാർ മാറുന്നു. ഒരു പക്ഷേ ജാർഖണ്ഡിലും താമര വിരിയുമായിരിക്കും. അത് നോക്കാം.